മാലാഖമാരിലും വലിയവൻ, വിശുദ്ധരിൽ ഒന്നാമൻ. ഒരു ആൺകുട്ടിയുടെ വളർച്ചയിൽ ഒരപ്പന്റെ സ്വാധീനം നിർണായകമാണ്. ഒരപ്പന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തോരം കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്തു കൊടുത്ത് ഈശോയ്ക്ക് അപ്പനായത് യൗസേപ്പാണ്. ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അപ്പനാലെ മുറിവേൽക്കപ്പെടുന്നവര്. പിതൃത്വത്തിനാലെ മുറിവേൽക്കപ്പെടുന്നവരുടെ മുറിവുകളെ ഉണക്കാൻ യൗസേപ്പിന് കഴിയും. യൗസേപ്പ് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതിനാൽ യൗസേപ്പിനെ പിതാവായി നമ്മൾ ഏറ്റുപറയണം. നീ അവന് ഈശോ എന്ന് പേര് ഇടണം. യഹൂദ രീതി അനുസരിച്ച് കൊച്ചിന് പേരിടാനുള്ള അവകാശം ആരുടേതാണ്? അപ്പന്റേത്. എന്റെ കുഞ്ഞിന്റെ പിതൃത്വം യൗസേപ്പേ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ യൗസേപ്പിനെ അപ്പനായി സ്വീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു അപ്പനെയാണ് കിട്ടുന്നത്. പിശാചുക്കളുടെ പേടി സ്വപ്നമായ, തിരുസഭയുടെ പിതാവായ, തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരനായ, മൂല്യങ്ങളുടെ പുണ്യങ്ങളുടെ പൂർണ്ണതയായ ഈശോയെ വളർത്തിയ ഒരു അപ്പനെ നമുക്ക് ലഭിക്കുകയാണ്.